അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മഹാന്മാരുടെ ഇസ്തിഗാസയെക്കുറിച്ച് പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് പൂർവികരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ ഇസ്തിഗാസ ചെയ്യേണ്ടതിൻ്റെ രൂപങ്ങളെ വിശദീകരിച്ചത് നമുക്ക് പരിചയപ്പെടാം. മുമ്പേ കഴിഞ്ഞുപോയ ഒരുപാട് ഉലമാക്കൾ വ്യത്യസ്ത രൂപങ്ങളിൽ ഇസ്തിഗാസ ചെയ്യേണ്ടതിനെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യമായി ശാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധമായ ഗ്രന്ഥം ശറഹുൽ മുഹദ്ദബിൽ അതിൻ്റെ 8-ാം വാള്യത്തിൽ ഹജ്ജിൻ്റെ അദ്ധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് അവിടെ പാലിക്കേണ്ട ആദാബുകളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മുഖത്തിൻ്റെ നേരെ പോയി ഈ സിയാറത്ത് ചെയ്യുന്ന ആൾ പോയി നിൽക്കണം. വയതവസ്സലു ബിഹി ഫി ഹഖ്ഖി നഫ്സിഹി വയസ്തശ്ഫഉ ബിഹി ഇലാ റബ്ബിഹി. എന്നിട്ട് തൻ്റെ സ്വന്തം കാര്യത്തിൽ അവൻ അവിടുത്തെ കൊണ്ട് തവസ്സുൽ ചെയ്യണം, അള്ളാഹുവിലേക്ക് അവിടുത്തെ ശുപാർശകനാക്കുകയും ചെയ്യണം. എന്നിട്ട് ബഹുമാനപ്പെട്ട നബവി ഇമാം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കൊള്ള ദുആ ചെയ്യുന്ന സമയത്ത് പ്രയോഗിക്കേണ്ട ഏറ്റവും ഉത്തമമായ ഏറ്റവും മനോഹരമായ ഒരു വാക്യത്തെ പരിചയപ്പെടുത്തുകയാണ്. വമിൻ അഹ്സനി മാ യഖൂലു മാ ഹക്കാഹുൽ മാവർദിയു വൽ ഖാദി അബു ത്വയ്യിബി വസായിരു അസ്ഹാബിന അനിൽ ഉത്തബി മുസ്തഹ്സിനീന ലഹു. ബഹുമാനപ്പെട്ടവർ പറയാണ് ഒമിൻ അഹ്സനി മാ യഖൂലു, ഇങ്ങനെ ചെല്ലുന്ന ഒരാൾ പറയേണ്ട ഏറ്റവും ഉത്തമമായ കാര്യം ബഹുമാനപ്പെട്ട മാവർദി ഇമാമും ഖാദി അബു ത്വയ്യിബും അതുപോലെ തന്നെ നമ്മുടെ അസ്ഹാബിൽപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരുപാട് ആളുകളും റിപ്പോർട്ട് ചെയ്ത ഉത്തബി എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു വാക്യമാണ് നമ്മൾ പറയേണ്ടത്. മുസ്തഹ്സിനീന ലഹു. ഈ ഉത്തബി എന്നവർ പറഞ്ഞ ആ വാക്യത്തെ ഈ പണ്ഡിതന്മാരൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അത് നല്ല പ്രയോഗമാണ്, അങ്ങനെയാണ് പറയേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രയോഗത്തെയാണ് നമ്മൾ പറയേണ്ടത്. ഈ ഉത്തബി എന്ന വ്യക്തി ബനു ഉമയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പന്മാരാണല്ലോ. ബനു ഉമയ്യയിലെ നേതാവായ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ സന്താന പരമ്പരയിൽപ്പെട്ട ആധുനിക സ്പെയിനിലെ മുമ്പ് ഉന്തുലിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്പെയിനിലെ ഖുർത്തുബയിൽ ജനിച്ച് ഹിജറ 255 വഫാത്തായ പണ്ഡിതനും സാഹിത്യകാരനുമാണ് അദ്ദേഹം. ഉത്തബി റിപ്പോർട്ട് ചെയ്ത, ഉത്തബി നമുക്ക് പറഞ്ഞു തന്ന ആ ഒരു സംഭവത്തിലെ പ്രയോഗമാണ് നമ്മൾ നബി തങ്ങളുടെ അരികെ ചെന്നുകൊണ്ട് പറയാൻ ഏറ്റവും ഉത്തമമായതെന്ന് ബഹുമാനപ്പെട്ട നബി ഇമാം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ മുസ്തഹ്സിനീൻ എന്ന വാക്കിനെ വഹാബികൾ ദുർവ്യാഖ്യാനം നടത്താറുണ്ട്. അവർ അവിടെ മുസ്തഹ്സിനീൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉത്തബി റിപ്പോർട്ട് ചെയ്ത സംഭവത്തെ, ആ റിപ്പോർട്ടിനെ മഹാന്മാർ നന്നാക്കിയ സ്ഥിതിയിൽ എന്നാണ്. എന്നാൽ വഹാബികൾ അങ്ങനെ അർത്ഥം വെക്കും, ഈ ഉത്തബിയെ നല്ല ആളാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ പറഞ്ഞൊരു സംഭവം എന്ന് ശറഹുൽ മുഹദ്ദിബിൻ്റെ ഈ ഒരു ഇബാറത്തിനെ വഹാബികൾ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊരു മറുപടി ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിർ തങ്ങളുടെ ഗ്രന്ഥമുണ്ട്, ഇത്ഹാഫുസ് സായിരി വ ഇത്റാഫുൽ മുഖീം ലിസായിരി ഫി സിയാറത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ മഹാനെ ഈ സംഭവത്തെ തന്നെ പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: വമിൻ അഹ്സനി മാ യഖൂലു ഖൗലുൽ അറാബി അല്ലദി ഹകാഉ ജമാഅത്തു മിനൽ അഇമ്മത്തി മുസ്തഹ്സിനീന ലഹു. അഥവാ എന്തിനെ, ആ പ്രയോഗത്തെ നന്നാക്കിയതായ സ്ഥിതിയിൽ അനിൽ ഉത്തബിയെ തൊട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മറുപടി നമുക്കവിടെ വഹാബികൾക്ക് നൽകാൻ സാധിക്കും. ബഹുമാനപ്പെട്ട നബവി ഇമാം പറയുന്നത് തുടരുകയാണ്. ഉത്തബി എന്നവർ പറഞ്ഞ സംഭവത്തെ ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ വിശദീകരിക്കുകയാണ്. കുൻതു ജാലിസൻ ഇൻദ ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തബി എന്നവർ പറയുകയാണ്, ഞാൻ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഖബറിനരികെ ഇരിക്കുകയായിരുന്നു. ഫജാ അറബിയുൻ. അപ്പോൾ ഒരു അറബി വന്നു, ഒരു ഗ്രാമീണനായ ഒരു അറബി വന്നു. ഫഖാല, എന്നിട്ട് അയാൾ പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എന്നിട്ട് പറയുകയാണ്, സമിഅതുല്ലാഹ സുബ്ഹാനഹു യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു തആല
പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഈ ആയത്തോതുകയാണ്, വലൗ അന്നഹും യദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഈ ആയത്തോതിയിട്ട് അറാബി തുടരുകയാണ്, വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി. നബിയേ, ഞാനിതാ എൻ്റെ പാപങ്ങളിൽ നിന്ന് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, എൻ്റെ രക്ഷിതാവിലേക്ക് അള്ളാഹുവിലേക്ക് അങ്ങയെ ശുപാർശകനാക്കിക്കൊണ്ടും ഞാനിതാ അങ്ങയുടെ സന്നിധിയിലെത്തിയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പാടാൻ തുടങ്ങി, അറാബി യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഉദുമഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അകമു നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ഈ ബൈത്തും ഒക്കെ പാടിയിട്ട് അയാൾ പിരിഞ്ഞുപോയി. അപ്പോൾ ഉഅ്തബി എന്നവർ തുടരുകയാണ്, ഫഹമൽതനി ഐനായ, എൻ്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ ഉറക്കം വഴുതി വീണു, ഞാൻ ഉറങ്ങിപ്പോയി. ഫറഅയ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചു. ഫഖാല ലിഹി, അവിടുന്ന് എന്നോട് പറഞ്ഞു, യാ ഉഅ്തബിയു ഇൽഹിഖിൽ അറാബിയ, അറാബിയുടെ അരികിൽ ചെന്നുകൊണ്ട് പറയ്, ഫബശ്ശിറുഹു ബി അന്ന അല്ലാഹ തആല ഖദ് ഗഫറ ലഹു, അയാളോട് ചെന്നുകൊണ്ട് അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കൂ എന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ട നബി ഇമാം റഹിമഹുല്ലാ ഈ ഒരു സംഭവം അവിടുത്തെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരലിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇസ്തിഗാസ ചെയ്യണമെന്നും അതിന് ഈ ഉഅ്തബി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് ഏറ്റവും ഉത്തമമായ വാക്യമെന്നും നമ്മെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ മറ്റൊരുപാട് ഉലമാക്കൾ ഈ സംഭവത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സമാനമായ പ്രയോഗങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കത് പരിചയപ്പെടാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.